മുണ്ടക്കൈ ടോപ്പ് ഭാഗത്ത് നേരത്തെ റഡാറിൽ ലഭിച്ച സിഗ്നൽ പ്രദേശത്ത് രാത്രിയിലും തിരച്ചിൽ നടത്താൻ പോവുകയാണ്. ലഭിച്ച സിഗ്നൽ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. പരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങളിലേക്കും പോകുന്നു. പുതിയ വിവരങ്ങളുമായി അരുൺ അമർനാഥും ഗോകുലും ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതുപോലെ തന്നെ പുതിയ പ്രതീക്ഷകളാണ്. അതിന് സ്ഥിരീകരണമില്ല. ലഭിച്ച സിഗ്നൽ പ്രകാരം അത് എന്താണ് അതിൻ്റെ ചലനം, ശ്വസിക്കുന്ന ഒരു ജീവിയുടെ ചലനം എന്ന സ്ഥിരീകരണത്തിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് പ്രതികൂല ഘടകങ്ങൾ? രാത്രിയാണ്, എത്ര നേരമൊക്കെ തന്നെ ഈ തിരച്ചിൽ തുടർന്നേക്കാം? ഒന്നാമത്തെ പ്രതികൂല ഘടകം അത് വെളിച്ചം, രണ്ടാമത്തേത് കാലാവസ്ഥ. വെളിച്ചം സംബന്ധിച്ച് ഫ്ലഡ് ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. കാലാവസ്ഥ മഴ മാറി നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് ഏക ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂറായി ഈ മേഖലയിൽ മഴ പെയ്തിട്ടില്ല. വൈകിട്ട് 3 മണിയോടുകൂടി തുടങ്ങിയ തിരച്ചിലാണ്. അത് തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ്. മഴ കൂടി പെയ്യുകയാണെങ്കിൽ അത് അതീവ ദുഷ്കരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മണ്ണ് നീക്കിയുള്ളതൊക്കെ തിരച്ചിലാണ്. ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ എത്തിക്കുമ്പോൾ പോലും ഈ മഴ പെയ്താൽ കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങും എന്നുള്ളത് ഏറെ പ്രയാസകരമാകും. അപ്പോൾ അത് രണ്ടുമാണ് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. തിരച്ചിൽ എത്ര നേരത്തേക്ക് തുടരുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഉള്ളത് വ്യക്തത നമുക്കിത് തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാകൂ. കാരണം നേരത്തെ ഇത് അവസാനിക്കുന്ന ഘട്ടത്തിൽ അവർ നമ്മളോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നെഗറ്റീവ് സിഗ്നൽ ലഭിക്കുന്നുണ്ട്, ബാക്കി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഉടനടി തന്നെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരികയായിരുന്നു. എന്താണ് തിരച്ചിൽ തുടരാൻ കാരണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നു. സ്ട്രോങ് സിഗ്നൽ ആണോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. സ്ട്രോങ് സിഗ്നൽ ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞൻ മറുപടി നൽകിയിട്ടുള്ളത്. നമ്മുടെ എന്തായാലും ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരച്ചിൽ. ശ്വാസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂ സിഗ്നൽ ഈ റഡാറിൽ നിന്ന് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂ സിഗ്നൽ സിഗ്നിഫൈ ചെയ്യുന്നത് ഈ ശ്വാസത്തെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ആ സിഗ്നൽ ലഭിച്ചത് ആണ് പ്രതീക്ഷാവഹമായ ഘടകം. അവിടെയും അതിലും ഒരു പ്രതികൂല ഘടകമായി പറഞ്ഞിരുന്നത് അവർ ഇത് മറ്റ് എന്തെങ്കിലും ജീവിയുടെ സാന്നിധ്യമാണോ എന്നും സംശയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അവർ മടങ്ങാൻ തയ്യാറായത്. അപ്പോൾ ഒരു മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നു. ഈ ഒരു സിഗ്നൽ കണ്ടെത്തിയത് തന്നെ ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഘടകം. ഇവിടെ ഓരോരുത്തരും കാത്തു നിൽക്കുന്നത്, എത്രയോ ദിവസങ്ങളായി തിരച്ചിൽ തുടരുന്ന സന്നദ്ധ സേവകരൊക്കെ ഒരു പ്രതീക്ഷയോടെ ഇവിടെ നിൽക്കുന്നത് ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഏറെ നിരാശാജനകമായി അത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും അത് തുടരുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമുണ്ട് എന്നൊരു വിശ്വാസം ഈ ഒരു അധികൃതർക്ക് വരെ സാധ്യതപ്പെടുന്ന അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് ഇവരുമായി ഒരു ചർച്ചയിൽ അവർക്ക് ഒരു വിലയിരുത്തൽ ഉണ്ടാകാം എന്ന് നമ്മൾ അനുമാനിക്കുകയാണ് ഈ നിമിഷത്തിൽ. എന്തായാലും സൈന്യത്തിന്റെ ഒരു നേതൃത്വം നൽകുന്നവർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക്, ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇറ്റാച്ചി യന്ത്രങ്ങൾ സജീവമായി തന്നെ ഉണ്ട്. ബെയിലി പാലത്തിന്റെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നിർണായകമായത് ബെയിലി പാലമാണ്. ഇങ്ങോട്ടേക്ക് കൂടുതൽ യന്ത്രം എത്തിക്കാൻ അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല. 2 തടസ്സങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് വെളിച്ചമായിരിക്കും, മറ്റേത് കാലാവസ്ഥയായിരിക്കും. കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. ഈ തിരച്ചിൽ തുടർന്ന് അത്രയും നേരം അനുകൂലമായി തന്നെ തുടരുന്നു എങ്കിൽ ഈ ഒരു ദൗത്യം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇനി കണ്ടു തന്നെ അറിയാം പ്രതീക്ഷ.